വരുന്ന സമയത്ത് ചന്ദ്രനഗറിൽ വെച്ച് 3 ആളിനെ കണ്ട് വയറ് നിറ ചായയും വാങ്ങി കൊടുത്തിട്ട് മിഠായി 3 ഊമകൾ. നിങ്ങളുടെ വീട് തത്തമ്മൽ 6-ാം പാടം മുരുകൻ കൂടി ഞാൻ എന്താണ്ടാ ഇവിടെ വന്നാൽ പൂന്താമ്പറയുടെ മുരുകൻ വന്നാൽ വിളിക്കാൻ പറയാണ്. അപ്പൊ വിളിക്കാൻ പറഞ്ഞാലോ അവരെ പ്രാന്തനായി കടിച്ചാൽ 90 ദിവസം കഴിയുന്നവർ കറു പെറു പറയും. ഞാനിത് വേണം കുട്ടി സംസാരിച്ച ഭാഷ കന്നഡത്തിന് തുല്യമായ ഭാഷയാണ്. എന്നെ കൂടെ ചേരി യോഗയുടെ പറഞ്ഞ് നീ എന്റെ അടുത്ത് വരുന്നതാണ്. എന്റെ അടുത്ത് നീ വരാൻ ഞാൻ ശബരിമല ഇരിക്കുന്ന ആളാണ്. എന്റെ അപ്പം കൂട്ടില്ലേ ആ കുട്ടി എന്താ പറഞ്ഞ മനസ്സിലായോ? എന്റെ രാജ്യം ജനിച്ചത് നമ്മാരെ കപ്പഞ്ചേരി വന്നിരിക്കുന്ന കെട്ടിയോളോട് ആലത്തൂർ കാട്ടിച്ചേരി ആ കൂടി സ്വന്തം രാജ്യം മണിയോ കുരിശാരി ചങ്ങാരു 10 മണിയാ ചെങ്കാരത്ത് വാത്തും താറാപ്പൊടിയും കൊണ്ടുവരാനാണ് ആ കൂടി സ്വന്തം രാജ്യം എന്ന് കുരിശാരി ചെങ്കാരം അവതാരം പരമശിവപുരുഷൻ അവതാരം പാക്കനാര് അവക്കളെ കെട്ടിയ കയ്യും കാര്യം വെട്ടി കൊടുക്കണ്ട കരന്ന് പരിമിക്കൊണ്ട് തോന്നിവാസി ആ പെൺകുട്ടി എന്താ പറയുന്നത്? നീ എന്താ തോന്നിവാസം കാണിക്കുന്നത്? പരമശിവ പുരുഷൻ അവതാര പാക്കനാര് ആ പരമശിവന്റെ ഭാര്യ പാർവതി ദേവിന്റെ രൂപത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ നീ എന്താ ഇഡ്ലിയും പലകാരം കൊണ്ടുവരുന്ന ചെട്ടിച്ചാരാണെന്ന വിചാരം? അത്ര ദൂരം നീയോടെ എന്താ പി ടി ഉഷന്റെ ആംഗിളാണ് അത്തരം പറഞ്ഞാൽ വട്ടപ്പരമ്പുണ്ടാക്കുന്ന ആൾക്കാർ വട്ടപ്പരമ്പുണ്ടാക്കുന്ന ആൾക്കാരാണല്ലേ. പണിത്തരം നീ ആവശ്യപ്പെട്ടില്ലേ? അത് എന്തൊക്കെ പണിത്തരമാണെന്നാ ചോദിച്ചു. അവരെ ഭാഷയിൽ ഒന്ന് പറഞ്ഞ നിന്റെ മലയാളവും ഇല്ലേ? ഞാൻ ഇംഗ്ലീഷ് പറയും, തമിഴ് പറയും, അറബി പറയും, മറാത്തി പറയും, ഗുജറാത്തി പറയും, ഹിന്ദി പറയും. അവരുടെ ഭാഷയിൽ ഒന്ന് പറഞ്ഞ നമ്മുടെ മലയാളത്തിൽ ഒന്ന് പണിത്തരം 1 2 3 4 5 എണ്ണമായി. ശനിയാഴ്ച ഒഴിവില്ലാന്ന അവര് ആൾക്കാർ തന്നെ പണിത്തരം ഉണ്ടാക്കുന്ന സ്റ്റാൻഡേർഡ് കൂടി ഇപ്പൊ പണി ഒഴിവാക്കി മറ്റുള്ള പണികൾ പോണ്. ഇന്ന് അറിയുന്നവർ തന്നെ അറിയാത്തവർക്ക് പറഞ്ഞ് മനസ്സിലാക്കില്ല. നമ്മുടെ ഗതികൾ 30 സാധനം 300 രൂപയ്ക്ക് അങ്ങാടി പോയിട്ട് വാങ്ങിട്ട് വരണം. നിന്നെ സ്നേഹിച്ചിരുന്ന ആ സാധനം വാങ്ങി നിന്റെ വീട്ടിൽ കൊണ്ടുവരാന്ന് പറയുമ്പോ അന്ന് എനിക്ക് ശനിയാഴ്ച ഒഴിവില്ലാന്ന് പറയാൻ അന്നെന്താ വരെ തെളിയണ്ട? ശനിയാഴ്ച തെളിയോ ഞായറാഴ്ച മട്ടൂറോ ഞാൻ തിങ്കളാഴ്ച കഴിക്കും എന്ന് ഡോസാകും. അതിന് പടി എന്താഴ്ച ഡോസാകും. ശനിയാഴ്ച വേണ്ട വേറെ ദിവസം കൊണ്ടുവരാം. ആ ചെന്നത്തുനിന്ന് വരണ്ട പറഞ്ഞാണ്
നിങ്ങളെ ഭാഷ വേണ്ട, ഞങ്ങളുടെ മലയാളം. ഓ നൂപങ്ങളെ ഭാഷ ഇവിടെ നിങ്ങളുടെ മലയാളം. എന്റെ ഭർത്താവിനെ ഇങ്ങനെ ആലോചിച്ചാ ആലോചിച്ചാൽ എനിക്ക് ഊണിട്ടാണ് ഊണുണ്ട, ഉറക്കൂണ്ട, കഴിച്ചിട്ടില്ല. എന്തിനടിക്കണ? അത് എങ്ങനെ വെള്ളം കുടിച്ചിട്ടില്ല. ഇല്ല അല്ലേ? വെള്ളമില്ല. അത് എങ്ങനെയാണ് എങ്ങനെ അറിയട്ടൊന്നും കൊണ്ട് സാധാരണ കിടക്കുമ്പോൾ തന്നെ അമ്മ അങ്ങനെയല്ലോ ഉറങ്ങണ. പിന്നെങ്ങനെ ഞാൻ എന്റെ ഭർത്താവ് കിടന്നു അറിയോ എങ്ങനെയാണ് അറിയട്ടെ? എന്റെ ഭർത്താവിന്റെ സ്വഭാവം എനിക്ക് അറിയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അറിയില്ല. അയാളുടെ സ്വഭാവം എങ്ങനെയാണ്? എങ്ങനെയാണ്? ഒരു വിസ്മയം വന്നാൽ മതി. ഇങ്ങനെ അതല്ലേ അയാളുടെ സ്വഭാവത്തെ പറ്റി എനിക്ക് പേടിയാണ്. എന്താ പാട് അറിയട്ടെ? അത് തരാൻ കാട്ടി അന്യ പെണ്ണുങ്ങളോട് അനന്യേന പാത്തിമുത്ത് പോലെ കൊത്തുള്ള മാണിക്യത്തെ വെറുത്തിടേല. അത് തരാൻ കാട്ടി അന്യ പെണ്ണുങ്ങളോട് അനന്യേന പാത്തിമുത്ത് പോലെ കൊത്തുള്ള മാണിക്യത്തെ വെറുത്തിടേല. ഉരുളച്ചാ, ഓ ഞാൻ ഓരോ ആൾക്കൂട്ടം കാണുമ്പോഴും എന്റെ ഭർത്താവിന് പേടി അന്വേഷിച്ച് നടക്കുന്നില്ല. അതെ അയാളുടെ പേടി നടന്ന എന്റെ പോലും പക്ഷെ എങ്ങനെയായിരുന്നു എങ്ങനെയായി? ഞാനിപ്പോ ഏത് പോലത്തിന്റെ മുന്നിൽ കൂടെ ഏതാ പോലോ പറഞ്ഞിടക്കോളെ. അറിയട്ടെ? പത്ത് ദിവസമായി നിങ്ങളെ വേണ്ടി ബുദ്ധിമുട്ടി ഭ്രാന്തിയായി. കത്തുമുഖം വേണ്ടി കത്തിയാലെ വട്ടം അയാളെ വേണ്ടി. പത്ത് ദിവസമായി നിങ്ങളെ വേണ്ടി ബുദ്ധിമുട്ടി ഭ്രാന്തിയായി. കത്തുമുഖം വേണ്ടി കത്തിയാലെ വട്ടം അയാളെ വേണ്ടി. സമൂഹത്തിൽ എന്റെ ഭർത്താവ് എങ്ങനെ ജീവിക്കണം എനിക്കറിയിക്കണം. അറിയട്ടെ? ഞാൻ തന്നെ മരിച്ചാലും നിങ്ങൾ നന്നായി ജീവിക്കണം. മാണിക്യക്കല്ല് പത്തനംതിട്ട നാടി നോക്കി മനത്തോടെ കഴിയണം. മാണിക്യക്കല്ല്.
ഒക്കെ വാളെടുത്തവരൊക്കെ വേട്ടക്കാര് ഒന്നിനൊന്നിന് ഗോതിരം ഉപകാരത്തിനില്ല വിദ്യാഭ്യാസം. അത് മുരുകൻ പറയും മരത്തര ഈ ചെക്കൻ നല്ല കാര്യം പറഞ്ഞു കേടാ അവിടെ അതിന്റെ മുമ്പിൽ പോയി ചാടി. നീ പഠിക്കണം മുരുക അയാളെ നിന്റെ മനസ്സിലാകേണ്ടത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കാം. ചെട്ടിയരെ നിങ്ങൾ ആരെ കാണാൻ വേണ്ടി വന്നു? ഉറപ്പല്ലേ? ഇതാണ് തത്തമല 6-ാം പടം മുരുകൻ. നിന്നെ കണ്ട സന്തോഷമല്ലേ? സമാധാനം നിങ്ങളുടെ രാജ്യം അവിടെയാണ്. ഞങ്ങളുടെ രാജ്യം കുരിശേരി സംഘാടം. അവതാരം പരമശിവൻ അവതാരം ശിവായി വന്നു. ശിവായി വന്നു. അപ്പൊ കത്തില്ല. നല്ല ബുദ്ധിയില്ലാത്തത് മണ്ണെണ്ണ ഒഴിച്ച കത്തല്ല 10,000 പേരെ അടക്കം കത്തും. പിന്നെന്ത് ബാക്കി ഉണ്ടാകൂ? അയാൾ പറഞ്ഞത് ഒരു കാര്യം ശരിയാണ്. പരമശിവ പുരുഷനപതനമാക്കനാര് അവരുടെ കുലത്തിൽ ജനിച്ച ഒരു വർഗം വളരെ സത്യസന്ധമായി ജീവിക്കുന്ന കൂട്ടാണ് അന്നും ഇന്നും എന്നും. ശിവൻ തിരിയുന്നുണ്ട്. പണിയില്ലാത്ത കാരണം കൊണ്ട് ആ കെട്ടുകാരൻ ശിവൻ ശരി ടവണിക്ക് പോണേ കെട്ടുകാരന്റെ അടിയിൽ കൂടി പോണം. കൂട്ടുകാലം തല്ലി വേർ കൊടുത്തവര് ശിവനാണെ കഴുത്തി പാമ്പ് കാണും. ഇയാളുടെ കഴുത്തി കാണാനല്ല. ഇയാളുടെ കഴുത്തി കാണാൻ പാമ്പ് വൈരകറെ നോക്കി കാണുമ്പോ പണം ഉണ്ടാവില്ല അല്ലെ? നിങ്ങളുടെ പേരും നിങ്ങളുടെ അപ്പന്റെ പേരെന്താ? ചെട്ടാര് പൊക്കാൻ തുടങ്ങിട്ടാ. ചെട്ടരിപ്പൊ ബുക്കില്ലാതെ അയാള് 1-ാം തീയതി ഗാന്ധി ജയന്തി ഇന്നലെ ദുഃഖ വെള്ളിയില്ലേ എല്ലാടേച്ചും കൃത്യമായിട്ട് അറിയും. 1.5 ദിവസവും കൊണ്ട് അതിനും മുണ്ടനെ വരെ കാണുമ്പോ നീ എവിടേക്കാ പോണത്? ചായ കുടിക്കാൻ വേണ്ടിട്ടാ. എന്ത് ചെയ്തിട്ട് ചായ കുടിക്കാൻ നിന്റെ ചായ ഡാമിൽ കൊണ്ടു ചായ കുടിക്കാൻ പോണത്. എല്ലാം നേരം ഡാമിൽ കൊണ്ടുവിടാ. നിന്റെ പേരെന്താ? നിന്റെ പേരെന്താണ്? എന്റെ പേര് അറിയില്ല. എന്റെ പേര് സൂര്യദാസ്. സൂര്യദാസ. പിന്നെ നിറം അങ്ങനെ ഇരിക്കണത് കറന്നിരിക്കണോ? എന്നെ കൊണ്ട് നോക്കി എന്താ കറാറ് ഇരിക്കുന്നറിയോ? ഇവനെ പ്രസവിച്ചത് കർക്കിടക മാസം 25-ാം തീയതി രാത്രി 10:30. അന്ന് കർത്തഭാഗ ദിവസമാണ്. പക്ഷെ അത് വോൾട്ടേജ് കമ്മിയാണ്. അതുകാരോട് കറ് കറന്നായതല്ലേ? അതാണ് ഞാൻ അടുപ്പിൽപ്പെട്ട പോലെ. നിന്റെ അപ്പന്റെ പേരുന്നുണ്ടോ? എന്താണ് നിന്റെ അപ്പന്റെ പേര്? എന്റെ പേര് ചോദിക്കുന്ന ഒരു മര്യാദ. എന്റെ അപ്പന്റെ പേര് ചോദിക്കാൻ നീ ആരാണ്? മര്യാദ നിന്റെ അപ്പന്റെ പറഞ്ഞു, നിന്റെ കേട്ട പറഞ്ഞു, നിന്റെ അമ്മന്റെ പറഞ്ഞോ, നിന്റെ ചേച്ചിന്റെ പറഞ്ഞു, നിന്റെ അമ്മായിമ്മ അടക്കം പറഞ്ഞോ കൊട്ടിയവരെ ഇല്ല. നാല് കൊട ഞങ്ങൾ അറിയില്ല വിചാരിച്ചില്ല ഒന്നും. എന്റെ അപ്പന്റെ പേര് വന്ന് മുരളി. മുരളിയാ? മുരളീധരൻ. മുരളീധരന്റെ മകൻ സൂര്യദാസ എല്ലാരും പറയുന്നത്. ഒറ്റ മകനാണ്. എല്ലാരും അങ്ങനത്തെ ഒപ്പം പേര് മുണ്ടനാത്ത്. അതിനും മുണ്ടനെ മന ഈ മഹാഭാവികളുടെ കാര്യം ഞാൻ പെട്ടതാണെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി എത്തും. സൂക്ഷ്മഭാവികള് പിന്നെ മനസ്സുമുട്ടുകാരൻ ഞാൻ പോയി വല്ല കഴിച്ചാലോ എന്നാലോചിക്കുകയാണ്. ഞാൻ തോന്നി മസി അയാൾ പറഞ്ഞ നീ പറഞ്ഞ സംഗതി ഒപ്പം തന്നെ. പഴയ കാലത്തുള്ള പേരുകളൊക്കെ അങ്ങനെയാണ്. ആ കാലഘട്ടം അങ്ങനെയല്ലേ. ഇപ്പൊ എഴുത്തും വായന
എത്ര ദൂരം ഓടിയാ കുഞ്ഞാപ്പട കുഞ്ഞാമ്മ നമ്മുടെ ചെറിയ എനിക്ക് മനസ്സിലായ എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല അത്. പുതമഴ പെയ്യുമ്പോ മഴ പെയ്യുമ്പോ ഡാമിന്റെ മുകളിൽ കൂടെ മോളിൽ കൂടെ മെല്ലങ്ങടെ അടിച്ചങ്ങോട്ട് പോകും കുഞ്ഞാമ്മ. പുതുമഴ പെയ്യുമ്പോ ഡാമിന്റെ മോളിൽ കൂടെ അടിച്ചപ്പോ സാധനമില്ലേ ഇവിടെ ഓട്ടോയിലും ബസ്സിലൊന്നും വരില്ല. ഇവിടെയാണ് നിലത്തോടെ അടിച്ചിട്ടേ വരുള്ളൂ. ഏട്ടൻ പറഞ്ഞ കുഞ്ഞാമ്മ, ആ പെൺകുട്ടി പറഞ്ഞ കുഞ്ഞമ്മ. ഈ കുഞ്ഞമ്മ കുഞ്ഞമ്മ നാളെ മനസ്സിലായോ? കുഞ്ഞമ്മ കുഞ്ഞമ്മ പറഞ്ഞ ആളാരാണ്? ചെറിയ മാങ്ങ. അത് അരക്കിലോ കൊണ്ടാ ചെറിയ ആമയാണ് പറഞ്ഞ എന്റെ തത്തമ്മ ആരാമ്മടെ മുരുകന്റെ പണിയാണ്. ഒരാഴ്ച കഴിയിട്ടാ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയി മീൻ പിടിക്കുക, ആരാന്റെ കൂടെ നിൽക്കുക. ഇതാണ് എന്റെ പണി. ചെറിയമ്മ ചെറിയമ്മ ആരാണ് മനസ്സിലായോ? ഈ പെൺകുട്ടിന്റെ അമ്മന്റെ ആളെ വിടുന്നു. രണ്ടും കെട്ട വല്ല കേട്ടത് ചെറിയമ്മാണ്. അങ്ങനെ പറഞ്ഞില്ലേ പരമുള്ളത് അങ്ങനെ പറഞ്ഞു. ഒരാളെ